ടോബി ജോൺസണുടെ ടോബി ശരിക്കും ഈ വേഗമാർജിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇപ്പോൾ അത് ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വാഹനം പൊതിഞ്ഞ് ജനങ്ങൾ നിൽക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എസ് കെ എൻ തീർച്ചയായിട്ടും എത്രയും വേഗം വീട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിലും നേതാക്കൾ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് സാധിക്കുന്നില്ല. കാരണം ഈ കാത്തു നിൽക്കുന്ന ജനങ്ങളെ, കാത്തു നിൽക്കുന്ന വലിയ ജനാവലിയെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ വി എസിന് കടന്നു പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്ന ഓരോരുത്തർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി നൽകുകയാണ്. അവരുടെയൊക്കെ അടുത്ത് കൊണ്ടുചെന്ന് ആ വാഹനം നിർത്തി വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള, അവരുടെ ജനകീയ നേതാവിനെ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് നേതാക്കൾ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളുള്ളത് ആർ കെ ജംഗ്ഷനിലാണ്. ഹരിപ്പാട് കൂടിയാണ് കടന്നു പോകുന്നത്. ആർ കെ ജംഗ്ഷനിൽ ഇപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നു. നമ്മൾ അതിനു മുമ്പ് നങ്ങ്യാർകുളങ്ങരയിൽ കണ്ടു വലിയ ജനസാഗരം, വലിയ ജനാവലി അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. അതിൽ പ്രായഭേദമന്യേ സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, വലിയ പ്രായമുള്ളവരെന്നില്ല, എല്ലാവരും ഒഴുകിയെത്തുന്ന, വി എസിനെ കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയെല്ലാം ഈ വാഹനം നിർത്തി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തതാണ് ആ വാഹനം മുന്നേക്ക് വരുന്നത്. എന്തായാലും ഇനി അടുത്തത് ആലപ്പുഴയിലേക്ക് എത്തുകയാണ്, ടൗണിലേക്ക് എത്തുകയാണ്. തൊട്ടപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ജനാവലി അവിടേക്ക് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഇവിടേക്ക് എത്തും. ഇന്നലെ രാത്രിയിലെ സമയക്രമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്കും അതുപോലെ തന്നെ വലിയ ചുടുകാട്ടിലേക്കുമൊക്കെ എത്തേണ്ട ആളുകൾ, വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർ, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ അവിടേക്കാണ് രാവിലെ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ കാലതാമസം കൊണ്ട് അവരെല്ലാം ഈ വാഹനം വരുന്ന സ്ഥലത്തേക്ക്, എവിടെയാണോ ഈ വിലാപയാത്രയുള്ളത് അവിടേക്ക് അവരുടെ വാഹനങ്ങൾ എടുത്ത് വരുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെ വലിയൊരു വിലാപയാത്രയായി ആളുകൾ ഒപ്പം സഞ്ചരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. കടന്നു വരുന്ന വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും, ഇരുചക്ര വാഹനങ്ങളിലും അതുപോലെ തന്നെ കാറുകളിലുമെല്ലാം ഈ വന്ന ആളുകൾ വി എസിനോടൊപ്പം ഈ ആലപ്പുഴയിലേക്ക്, ആ വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെയാണ് വഴിയരികിൽ കാത്തു നിൽക്കുന്ന ഓരോ ആളുകൾക്കും അവർക്ക് ഒരു റോസാപ്പൂ സമർപ്പിക്കാനാണെങ്കിൽ അതിനുള്ള അവസരം, ഒരു കൊച്ചുകുട്ടി റോസാപ്പൂ. ആലപ്പുഴ ബീച്ചിന് സമീപത്തുള്ള പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തേണ്ടത് എന്ന രീതിയിൽ പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ സമ്മതരായ നേതാക്കന്മാരൊക്കെ അത് പറയുന്നുണ്ട്. കാര്യം വേലിക്കകത്ത് വീട്ടിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒക്കെ തന്നെ ആളുകൾക്ക് എത്തിച്ചേരാൻ പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാവരും പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് എത്തേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വേലിക്കകത്തെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ക്യൂ പാലിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. എന്നാൽ ഈ ബീച്ചിന് സമീപത്ത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അങ്ങനെ കൂടുതൽ ആളുകൾ എത്തിയിട്ടില്ല.